ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഒരിക്കൽ കൂടി ഒരു വ്യത്യസ്തമായ ഒരു കണ്ടൻറ്റുമായി ഞാൻ വരുന്നു. അതായത് നേരത്തെ നമ്മൾ സിനിമ റിവ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട്, ധാരാളം സിനിമകൾക്ക് റിവ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. റിവ്യൂസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ അഭിപ്രായം പറയുകയല്ലായിരുന്നു ചെയ്യുന്നത്. സാധാരണ പബ്ലിക് റെസ്പോൺസ് പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തി കൂടുതൽ നെഗറ്റീവ് കമൻറ്റുകൾ വരാതെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നെഗറ്റീവ് അഭിപ്രായം നമ്മളിൽ നിന്ന് വരാറില്ല സാധാരണ. കാരണം ആ ചിത്രത്തിൻ്റെ മികവ് എന്തൊക്കെയാണെന്ന് മാത്രം പറഞ്ഞു വെക്കുക പതിവായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. അതായത് അത് നിങ്ങളോട് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അനുഭവം എന്ന് പറയുമ്പോൾ ഈ സിനിമ ഇറങ്ങുമ്പോൾ അതിന് മുമ്പേ അതായത് വന്ന റിവ്യൂസ് ഈ സിനിമയെക്കുറിച്ച് കണ്ട്, അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയാവുന്ന ആൾക്കാർ, അവരിൽ കുറേ പേര് എല്ലാവരും ഒരേ ശബ്ദത്തിൽ അല്ലെങ്കിൽ ഒരുപോലെ പറഞ്ഞു വച്ച ഒരു സിനിമ, അതിൻ്റെ ഒരു ദാരുണമായ ഒരു അവതരണം, ഒരു 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 അതിദാരുണമായ, അത് ദയനീയമായ അവതരണം, അത് പറയാതിരിക്കുക വയ്യ. സിനിമയുടെ പേര് കിഷ്കിന്ധ കാണ്ഡം എന്നാണ്. കിഷ്കിന്ധ കാണ്ഡം എന്ന പേര് എനിക്ക് തോന്നി ഒരു അതായത് ആ ചിത്രത്തിൻ്റെ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അതിനകത്ത് ചില കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഈ ചിത്രത്തിന് കുറച്ചുകൂടി നല്ല ഒരു സ്ക്രിപ്റ്റും അല്ലെങ്കിൽ കുറച്ചുകൂടി കെട്ടുറപ്പും ഈ കഥയ്ക്ക് വരുത്തേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ കഥാകൃത്ത് ആരാണെന്നൊന്നും ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല, അല്ലെങ്കിൽ ആരെന്ന് ഞാൻ നോക്കുന്നില്ല. പിന്നെ നവാഗത സംവിധായകനാണോ എന്ന് സംശയമുണ്ട്. എനിക്കതിനെക്കുറിച്ച് കൂടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം രേഖപ്പെടുത്താം. ഈ സിനിമ കണ്ടവരും അല്ലാത്തവരും ഒക്കെ ഇത് കേട്ടതിന് ശേഷം പറയുക. കാരണം ഒരു സിനിമ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ധാരാളം ബുദ്ധിമുട്ടിയാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത്. ലോ ബഡ്ജറ്റിൽ ഉണ്ടാക്കിയ ഒരു ചിത്രം എന്നതിലുപരി ആ ചിത്രത്തിൽ തീരെ മോശം കഥാപാത്രങ്ങൾ എന്ന് എനിക്ക് പറയാൻ ഒക്കത്തില്ല. കാരണം നല്ല കഥാപാത്രങ്ങൾ തന്നെ ആ ചിത്രത്തെ ഈ സിനിമയുടെ ഈ സ്ക്രിപ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്ത ആൾക്കാരും മോശക്കാരല്ലായിരുന്നു. വിജയരാഘവൻ, ജഗദീഷ്, അശോകൻ, പിന്നെ നമ്മുടെ തമിഴ് ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ റോൾ രവി, അദ്ദേഹം ഒക്കെ, പിന്നെ ഇതുകൂടാതെ ആസിഫ് അലി നായികയായി വന്ന യുവനടി, ഇവരൊക്കെ അവരുടെ വേഷം കൊടുത്ത രീതിയിൽ അവർ ചെയ്തു. പക്ഷേ ഈ ചിത്രത്തിൽ സംവിധായകനാണോ തെറ്റുപറ്റി? സംവിധായകന് അല്ലാതെ നമുക്ക് ആർക്കും കുറ്റം പറയാനൊക്കില്ല. കാരണം ഒരു സംവിധായകന് അദ്ദേഹത്തിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് ഏത് ചിത്രവും ഏത് തരത്തിലും കൊണ്ടുവരാൻ. അപ്പോൾ ഈ ചിത്രത്തിന് ഇതിൻ്റെ കഥ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, കഥയെന്ന് പറയുന്ന ഒരു പ്രത്യേക കാര്യങ്ങളൊന്നും ഇതിനകത്ത് വലുതായിട്ടൊന്നും പറയാനില്ല. എന്നാലും ചെറിയ ഒരു സംഭവത്തിൽ കൂടി, 1-2 സംഭവങ്ങളിൽ കൂടി കഥ പറഞ്ഞു വെക്കുകയാണ്. അപ്പം ഒരു കുട്ടി മരിച്ചുപോയി, ഒരു കൊച്ചുകുട്ടിയുടെ മരണം ഈ ചിത്രത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിത്രീകരണത്തിൽ ഉള്ള വൈകല്യങ്ങളും അതുപോലെ ഈ ചിത്രത്തിൻ്റെ ഒരു ആകാംക്ഷാനിർഭരമായ ചില രംഗങ്ങൾ കോർത്തിണക്കി കൊണ്ടുവരാൻ വളരെയധികം താമസിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇൻ്റർവെൽ വരെ, സത്യം പറഞ്ഞാൽ ഇടവേള സമയം വരെ നമുക്ക് അത് ഉറക്കം വരുന്ന പല പല സന്ദർഭങ്ങളുണ്ടായിരുന്നു. അത് ആദ്യമായി ഒരു തിയേറ്ററിൽ പോയിരുന്ന് 250 രൂപ, ഏകദേശം 200 രൂപയ്ക്ക് മേളിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ 3 പേര്, എൻ്റെ ഭാര്യ, മകൾ ഒക്കെ ചേർന്ന് ഞങ്ങൾ 3 പേര് പോയി കണ്ട ഒരു നല്ല സിനിമ തിയേറ്റർ തിരുവല്ലയിൽ തന്നെ. അവിടെ പോയി ഞങ്ങൾ കുറച്ച് ദൂരം പിന്നിട്ടാണ് അവിടെ പോയത്. പക്ഷേ ഞങ്ങളൊരു ഔട്ടിങ് എന്ന് കരുതി തന്നെയാണ് പോയത്. എങ്കിൽ പോലും അതിനകത്ത് വലിയ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും നമുക്കില്ല. പക്ഷേ യൂട്യൂബേഴ്സ് കൊടുക്കുന്ന അഭിപ്രായത്തിൻ്റെ പുറത്ത് ഇനി മേലാൽ ചിത്രം കാണാൻ പോകരുത് എന്നുള്ള ഒരു വലിയ ഗുണപാഠം ഈ ചിത്രത്തിലൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. കാരണം പറയാതെ വയ്യ, പറഞ്ഞില്ലെങ്കിൽ അത് ഇനിയും കാണാനിരിക്കുന്നവരോടുകൂടി നമുക്ക് ഇനിയും കുറച്ച് എന്തെങ്കിലും അവർക്കൂടി എന്തെങ്കിലും അനുഭവം, ഇതുപോലെ മോശമായ അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. കാരണം പ്രതീക്ഷയോടുകൂടി ഈ സിനിമ കാണാൻ പോകരുത്.
നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിനിമ കണ്ട് തിരിച്ചു പോരണം എന്ന് മാത്രം ഉദ്ദേശമുള്ളെങ്കിൽ കണ്ടിട്ട് പോകാം. പക്ഷേ ഈ സിനിമ കണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ഇടവേള സമയത്തോളം വരെ നമ്മൾ കണ്ണ് തുറിച്ച് കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു സിനിമയ്ക്ക് പറ്റിയ യാതൊന്നും ഈ സിനിമയിലില്ല. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഇടവേള ആകുന്നിടം വരെയും നമുക്ക് ഇടവേളയ്ക്ക് ശേഷവും ഈ കഥ സിനിമ മുഴുവൻ കണ്ടു പോകണമെന്ന യാതൊരു ചിന്തയും നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടായില്ല എന്ന് തുറന്നു പറയട്ടെ. കാരണം ഇടവേളയാകുമ്പോൾ ഇറങ്ങിപ്പോയാൽ എന്താണെന്ന് വരെ തോന്നും. അത്യാവശ്യമുള്ളവർക്കൊക്കെ പോകാൻ സാധ്യത, കാരണം അത്യാവശ്യങ്ങൾ മാറ്റിവെച്ചായിരിക്കുമല്ലോ സിനിമ കാണാൻ വേണ്ടി. പക്ഷേ ഞങ്ങളുടെ ഈ തിയേറ്ററിൽ തന്നെ ഏകദേശം വിരലിലെണ്ണാവുന്ന ഒരു 50 പേര് തികച്ചുണ്ടായിരുന്നോ എന്നെനിക്ക് സംശയമാണ്. കാരണം അത് ഞങ്ങൾ എണ്ണിയില്ല. എന്തായാലും ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്ത് തന്നെയാണ് കംഫർട്ടബിൾ ഒരു സീറ്റൊക്കെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ തന്നെ അതിനകത്ത് ബുക്കിംഗ് ഒന്നും ഇല്ല എന്ന് മനസ്സിലായെങ്കിലും തിയേറ്ററിൽ ആളുണ്ടാകുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് തന്നെ മനസ്സിലായി ഈ തിയേറ്ററിന് എത്രത്തോളം ആൾക്കാരുടെ പബ്ലിസിറ്റി, എത്ര മോശമായ പബ്ലിസിറ്റി പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. കാരണം ആൾക്കാരുടെ എണ്ണം കുറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക, ഒരു സിനിമ ജയിക്കണമെങ്കിൽ യൂട്യൂബേഴ്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ റിവ്യൂസ് കൊടുക്കുന്ന കണ്ടിട്ട് ആണോ റിവ്യൂസ് കൊടുത്തതെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ ഒരു ഏറ്റവും നല്ല ചിത്രം എന്നുള്ള ഒരു അഭിപ്രായം, ഒരു റെസ്പോൺസ് ഒരിക്കലും ഒരു നല്ല യൂട്യൂബറുടെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ലാത്ത ഒരു ചിത്രം എന്ന് തന്നെ തർപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു ഈ ചിത്രത്തെക്കുറിച്ച്. വിദഗ്ധരായ ആർട്ടിസ്റ്റുകളില്ലാഞ്ഞിട്ടല്ല ഈ ചിത്രത്തിന് ഇതിൻ്റെ കഥയ്ക്ക് എന്തോ ഒരു പോരായ്മ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി ഇടവേള സമയം വരെ ഈ കഥയ്ക്ക് ഒരു കോർഡിനേഷൻ കിട്ടാത്ത രീതിയിൽ എവിടൊക്കെയോ കൊണ്ടുവച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു രീതി ഈ സിനിമയിൽ കണ്ടു. കാരണം എന്തൊക്കെയോ അത് നമ്മൾ കൂട്ടിയിണക്കി കൊണ്ടുവന്ന് അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ എന്തോ ഒരു ആകാംക്ഷ വരുത്തുവാനുള്ള ശ്രമമായിട്ട് തോന്നിയെങ്കിലും അത് വളരെ ഫ്ലോപ്പായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് ബോറടിയാണ് ഈ സിനിമ കണ്ടിട്ട് ഇത് മുഴുവൻ കാണണമല്ലോ എന്ന്. തീർച്ചയായും ഞാൻ ഒരു കാര്യം പറയുകയാണ്. കാരണം എൻ്റെ അടുത്തിരുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഇടവേള സമയത്ത് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടാതെ ഇരുന്ന സിനിമ കണ്ടെങ്കിലും ഇടവേളയായപ്പോൾ പറയേണ്ടി വന്നു ഈ സിനിമ ബോറാണ് എന്ന്. പിന്നെ സിനിമ മുഴുമിപ്പിച്ച് പോവുക, അല്ലെങ്കിൽ നമുക്ക് സമയം ആവോളമുണ്ട്, ഒരു ദിവസം അതിനായിട്ട് മെനക്കെട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ അത് മുഴുവൻ കണ്ടിട്ടേ എന്തായാലും ഇറങ്ങിപ്പോവുള്ളൂ. പക്ഷേ അടുത്തിരുന്ന പിന്നെ യുവതി യുവാക്കളൊക്കെ പലരും ഫ്രണ്ടിലൊക്കെ ഇരുന്നതായിട്ട് കണ്ടു. അവരൊക്കെ നെടുനീളത്തിൽ കാല് വലിച്ചു നീട്ടി എവിടെ കൊണ്ടുവെക്കാമോ കാല്, അല്ലെങ്കിൽ എവിടെ എങ്ങനെ കിടന്ന് കാണാമോ ഒക്കെ ഇങ്ങനെ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അത്രത്തോളം ബോറിങ് ആ സിനിമയിലുണ്ടായ ആ ലാഗിങ് ഇത്രത്തോളം ഉണ്ട് എന്ന് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ പിന്നെ ഇതിൽ പറയുവാനുള്ളത്, സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവച്ച ഒരു അതായത് അസ്ഥികൂടം, അത് ശവക്കുഴി, ഈ കുഴിയിൽ നിന്ന് കാണുന്ന ഒരു സീനുണ്ട്. അത് ആ ഇടവേളയ്ക്ക് ശേഷം ഏകദേശം ആദ്യ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സീന് ഇടവേളയ്ക്ക് മുമ്പേ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് അതിലൊരു ആകാംക്ഷ നിറച്ച് വെച്ചിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ഭേദമായിരുന്നു, ആ സിനിമയ്ക്ക് നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തായാലും നിങ്ങൾ കണ്ടവരെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ കമൻറ്റുകളോ രേഖപ്പെടുത്തുക. കാരണം ഇങ്ങനെ ഒരു യൂട്യൂബർ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കാൻ പാടില്ല ഒരു ചിത്രത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നു. ഇതിനകത്ത് നമുക്ക് ഒരു താരങ്ങളോടും ഒരു വിരോധവുമില്ല. കാരണം അവർക്ക് ചെയ്യാൻ കൊടുത്ത റോള് അവർ ഭംഗിയാക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അവർക്ക് പരിമിതികളുണ്ട്. അതിൽ ഒരു കഥാപാത്രത്തിന് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റം വരുത്താനൊക്കെ ചിന്തിക്കേണ്ട ഡയറക്ടർ അല്ലെങ്കിൽ സംവിധായകൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഒരു ചിത്രത്തെക്കുറിച്ച് എന്ത് പറയാനാണ്. പിന്നെ ഇതുപോലെ കാടിൻ്റെ വനഭംഗിയാണെങ്കിൽ പോലും ഇത്രത്തോളം 1, 2, 3 ഷോട്ടുകളിൽ ഒതുക്കി അത് തന്നെ ആവർത്തന വിശദമായിട്ട് തോന്നി. പല ഷോട്ടുകളും ഉണ്ടായിരുന്നു ഒരു കാട്ടിലേക്ക്. അതായത് ഇതിനകത്തെ പ്രധാന കഥാപാത്രം, കഥാപാത്രം എന്ന് തന്നെ പറയാം, വിജയരാഘവൻ നടന്നു വരുന്ന സീനും കാട്ടിനുള്ളിൽ കഴിയുന്ന ജഗദീഷിൻ്റേതായ ഈ രണ്ട് സീനുകൾ ഈ രണ്ടുപേരും ചേർന്നുള്ള സീനുകൾ ഇടയ്ക്കിടയ്ക്ക് കാടിൻ്റെയൊക്കെ ഭംഗി കുറച്ചുകൂടി കിഷ്കിന്ധാകാന്ഡം എന്ന പേര് ന്യായീകരിക്കത്തക്ക രീതിയിൽ കുറച്ചുകൂടിയൊക്കെ കാണിക്കാമായിരുന്നു. അപ്പോൾ എന്തായാലും ചിത്രം അങ്ങനെ ആയിപ്പോയി. ഇനി നമ്മൾ പറഞ്ഞിട്ടെന്ത് കാര്യം അല്ലേ? അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായം ദയവായി രേഖപ്പെടുത്തുക കമൻറ്റായി.
നന്ദി, നമസ്കാരം.